ഹലോ, ഇന്ന് നമുക്ക് മീഷോയിൽ നിന്ന് കിട്ടിയ 2 ഓർഡർ കൂടി പാക്ക് ചെയ്യാവേ. അപ്പോൾ ആദ്യത്തേത് ഇതാ ഈ ബ്ലാക്കിൽ, ഈ ജെറ്റ് ബ്ലാക്ക് കളറിൽ വരുന്ന മെറ്റീരിയലാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഒരു 2.5 മീറ്ററാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. കാരണം എവിടെയെങ്കിലും ഒരു ഡാമേജ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ 2.5 മീറ്റർ നമ്മൾ കട്ട് ചെയ്ത് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഫോൾഡ് ചെയ്ത് വെക്കണം. എല്ലാം ഒരുപോലൊക്കെ ആക്കി നല്ല ചെറിയ പീസായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് അടുത്തായിട്ട് കട്ട് ചെയ്യാനുള്ളത് ഈ ഒരു സിക്സാഗ് ഡിസൈനിലെ ബ്ലൂ കളറിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ നമ്മൾ ഒരു ഡാമേജുകളൊക്കെ നോക്കി ഇതൊന്നും കണ്ടില്ല. അപ്പോൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് മടക്കി വയ്ക്കാൻ പോണത്. ഇനി ഞാൻ എൻ്റെ കയ്യിലിട്ട് മൈലാഞ്ചിയാണ് കാണിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നഖത്തിനകത്ത് മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ അതാ 2 മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 2 മെറ്റീരിയൽ. അപ്പോൾ ഒരെണ്ണം 2 മീറ്ററിലും പിന്നെ ഒരെണ്ണം വരുന്ന 2.5 മീറ്ററിലുമാണ്. ഇനി നമുക്ക് നമ്മുടെ ലേബൽ ഞാനിവിടെ കമ്പ്യൂട്ടർ പ്രിൻ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻ്റ് എടുത്തത് ഇനി ഇതിലോട്ട് ഒട്ടിക്കണേ. അതിനെല്ലാം സൈഡെല്ലാം മടക്കി നമ്മൾ നീറ്റായിട്ട് വയ്ക്കുവാണ്. അതിൽ ഒട്ടിക്കേണ്ട ഭാഗം മാത്രമേ നമ്മൾ മുകളിൽ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കുകയാണ് ആ ഒരു പേപ്പറിൽ കേട്ടോ. ഇനി നമുക്ക് ഈ ഓർഡറുകളൊക്കെ പാക്ക് ചെയ്യാം. ഇതുപോലെയാണ് ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നത്. സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ ഓർഡറാക്കിയ മീഷോയുടെ ആ ഒരു കവർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അളവ് ഞാൻ നോക്കാതെയാണ് അത് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പൈസ പോയെന്നാണ് തോന്നുന്നത്. 500 പാക്കറ്റോളം നമുക്ക് ആ ഒരു ചെറിയതാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഈ മെറ്റീരിയൽ നമുക്ക് പൊതിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ ഇനി അതിന് ആ ഒരു ഓപ്ഷൻ നോക്കണം. അപ്പോൾ ഞാൻ തൽക്കാലം നമ്മുടെ ആമസോണിൽ നിന്നൊരു പാക്കറ്റ് ഞാൻ 20 എണ്ണത്തിന് ഓർഡർ ആക്കിയിട്ടുണ്ട്, ഈ ഒരു സൈസിലുള്ള. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ചെയ്യാമല്ലോ, അയക്കാമല്ലോ. ഈ ഒരു പാടങ്ങ് മാറുമല്ലോ. ഇങ്ങനെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഇത് ഒട്ടിക്കുന്ന ഒരു മെനക്കെട്ട പണിയാണ്. ഇതുപോലെ ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ഇങ്ങനെ എത്ര വട്ടം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ അതിന് നല്ലത് അത് ഇടാൻ പറ്റിയ ഒരു പാക്കറ്റ് വരുവാണെങ്കിൽ ഈ ഒരു പ്രിൻ്റൊക്കെ നമുക്ക് അതിൽ തന്നെ ഇട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. വരാൻ 6-ാം തീയതി ആകുമ്പോഴത്തേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാക്കറ്റിലിട്ട് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഇനി നമുക്ക് പുതിയ ഓർഡർ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൽ പാക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പിന്നെ നമ്മുടെ ഡെലിവറി ഏജൻറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ലേബലൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.